ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റാഗി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ വൈകിട്ടത്തേക്ക് റാഗി പുട്ട് ഉണ്ടാക്കിയതാണ് ഇന്നലെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള റാഗിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ആവശ്യത്തിനുള്ളതനുസരിച്ച് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോയാൽ ഉണ്ടയായിട്ടിരുന്നാൽ പുട്ട് കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ നനച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ നല്ല പഞ്ഞ് പോലെയാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് കട്ടയില്ലാതെ ഒരു തരി പോലും കട്ടയില്ലാത്ത വണ്ണം നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. പക്ഷേ പകുതി പേരും ലൈക്കില്ല ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ മാവ് കുഴച്ചതിന് ശേഷം ഞാൻ നല്ല ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഞാനിത് പുട്ടുക്കുറ്റിയിലല്ല പുഴുങ്ങുന്നത് കേട്ടോ. ഞാൻ ഇഡലി ചെമ്പി വെച്ച് ആവി കയറ്റി എടുത്തതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ പുട്ടുപോലെ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും. മക്കളൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നും ഒരേ മോഡലാകുമ്പോൾ അവർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ തട്ട് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് ഞാനിതാ കുഴച്ച മാവും തേങ്ങയും കൂടെ മിക്സാക്കി എടുത്തില്ലേ കുഴച്ച, അത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് ആവി കയറ്റി നല്ലപോലെ ആവി കയറ്റി എടുക്കുക. അപ്പോൾ നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു കിണ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരല്പം തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളുണ്ടല്ലോ, അവർ മടിക്കത്തില്ല, അങ്ങ് കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറേശ്ശെ ആവി കയറ്റി വെച്ചേക്കുന്നത് പുട്ട് അല്ലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, കണ്ടാൽ തന്നെ അവർ വിചാരിക്കും ഇതൊന്ന് കഴിക്കാമെന്ന്. അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനിന്ന് മീൻകറിയും കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ, അച്ചായന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നമുക്ക് അറിയാവുന്നതല്ലേ നമ്മുടെ മക്കളുടെയൊക്കെ സ്വഭാവം, നമ്മൾ അമ്മമാരല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ബായ്.